പരിശുദ്ധമായ പരിപാവനമായ വിശുദ്ധ റമദാൻ, ആ റമദാനിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ 4ാമത്തെ വെള്ളിയാഴ്ചക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ലോകത്തുള്ള ഏതെല്ലാം പള്ളികളുണ്ടോ, ജുമുഅ നടക്കുന്ന ഏതൊക്കെ പള്ളികളുണ്ടോ, ആ പള്ളികളിലെല്ലാം ഇന്നത്തെ ജുമുഅ ഖുതുബയിൽ അവിടുത്തെ ഖത്തീബുമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ഇരു ഹറമുകളിൽ ഉൾപ്പെടെ ഇമാമുമാർ ഖത്തീബുമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റമദാനിനെ സലാം പറഞ്ഞ് യാത്രയാക്കുന്ന പുണ്യമായ ഒരു ജുമുഅ ദിനമാണ്. സലാം പറഞ്ഞ് യാത്രയാക്കുന്നു. റമദാനിനോട് എന്തിനാണ് ഇങ്ങനെ സലാം പറയുന്നത്? പലർക്കും ഒരു സംശയമുണ്ടാകും. അതുപോലെ തന്നെ എങ്ങനെയാണ് റമദാനിനോട് സലാം പറയേണ്ടത്? പല ഉമ്മമാർക്കും അറിയുണ്ടാവില്ല. കാരണം ഉപ്പമാർ പള്ളിയിൽ പോയിട്ട് അവർ ജുമുഅക്ക് ഖുതുബയിൽ കേട്ടിട്ടുണ്ടാകും, പക്ഷെ പല ഉമ്മമാരും അത് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിൽ എങ്ങനെയാണ് റമദാനിനോട് നമുക്ക് സലാം പറയാൻ പറ്റുക, എങ്ങനെയാണ് സലാം പറയേണ്ടത് എന്ന് വിശദമായി നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്ന് കേട്ടുവരാം. മാത്രമല്ല ഈ പരിശുദ്ധമായ റമദാനിൽ അവസാനത്തെ ഒറ്റ രാവുകളിൽ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നവരാണല്ലേ. അൽഹംദുലില്ലാ, അല്ലാഹു തആല ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കിട്ടിയവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം അത് മുഴുവനും നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ, ലൈലത്തുൽ ഖദർ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒരു 11 അടയാളങ്ങൾ മഹത്തുക്കൾ നമുക്ക് കിതാബുകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈലത്തുൽ ഖദർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ 11 ഏതെങ്കിലും ഒരു അടയാളം നമുക്ക് കാണാൻ പറ്റും. ഈ അടയാളങ്ങൾ നമ്മളിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഈ അടയാളങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ഇനി വരുന്ന ദിവസങ്ങൾ, ഇന്നിപ്പോൾ 28-ാം രാവ്, ഇനി 29-ാം രാവ്, ഇതൊക്കെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാൻ. അപ്പോൾ ഇനിയുള്ള രാവുകളിൽ നമ്മൾ വളരെ ജാഗ്രതയോടെ ഈ അടയാളങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കുന്ന നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ലൈലത്തുൽ ഖദർ കിട്ടിയ ആളുകൾക്ക് ഉണ്ടാകുന്ന ചില അടയാളങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മുഴുവനും അനുകൂലമായി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണാൻ മറന്നു പോകണ്ട കേട്ടോ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധമായ പരിപാവനമായ പവിത്രമായ ഈ റമദാൻ, ആ റമദാനിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന നല്ല ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ചേർക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദറിനെ ലോകം മുഴുവനും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു രാവാണ് 27-ാം രാവ്. ആ 27-ാം രാവ് കേരളക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രിയായിരുന്നു. അൽഹംദുലില്ലാഹ്, ഇന്നലെ രാത്രി നമ്മുടെ ചാനലിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ ദിക്റിൻ്റെ, സ്വലാത്തിൻ്റെ, തസ്ബീഹിൻ്റെ 27-ാം രാവിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ദിക്ർ മജ്ലിസിൽ പങ്കെടുത്തത്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നുണ്ട്. അല്ലാഹു തആല 27-ാം രാവിൻ്റെ പുണ്യം കിട്ടിയ, അതുപോലെ തന്നെ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിൻ്റെ ആ ഒരു മഹത്വം കരസ്ഥമാക്കിയവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഉള്ളത് വിശുദ്ധമായ റമദാനിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ്. ഇന്ന് 27ാമത്തെ നോമ്പാണ്, 27ാമത്തെ പകലാണ്. നാളെ ശനിയാഴ്ച 28, മറ്റന്നാൾ ഞായറാഴ്ച 29. ഞായറാഴ്ച 29ാമത്തെ ദിനമാണ്. ഈ വരുന്ന ഞായറാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ തിങ്കളാഴ്ച, അതായത് 31-ാം തീയതി തിങ്കളാഴ്ച നമുക്ക് നിലാവ് കണ്ടാൽ ചെറിയ പെരുന്നാളായിരിക്കും. അതായത് ശവ്വാൽ 1 നമ്മൾ കടക്കും. ഇനി മാർച്ച് 30-ാം തീയതി ഞായറാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടില്ല എങ്കിൽ തിങ്കളാഴ്ച 31-ാം തീയതി നമ്മൾ റമദാൻ 30 നോമ്പും പൂർത്തിയാക്കി തിങ്കളാഴ്ച മഗ്‌രിബോടുകൂടി നമ്മൾ ശവ്വാൽ മാസത്തിലേക്ക്, ശവ്വാൽ 1 പ്രവേശിക്കും. അപ്പോൾ ഒന്നുകിൽ തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ആയിരിക്കും ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ. അത് സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. നമ്മുടെ വിഷയം അതല്ല. നമ്മളെല്ലാവരും ഉള്ളത് പരിശുദ്ധമായ റമദാനിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ്. ഇന്ന് ലോകത്തിലെ ഏതൊക്കെ പള്ളികളുണ്ടോ, മസ്ജിദുൽ ഹറമും മസ്ജിദുൽ അഖ്സയും അതുപോലെ ബൈത്തുൽ മുഖദ്ദസ് ഫലസ്തീനിലെ പള്ളി ഉൾപ്പെടെ ലോകത്തെ ഏതെല്ലാം പള്ളികളുണ്ടോ, പള്ളി മിനാരങ്ങളുണ്ടോ, പള്ളി മിമ്പറുകളുണ്ടോ,
ആ മിമ്പറുകളിൽ നിന്നും തേങ്ങി കരച്ചിലുകൾ കേൾക്കാൻ പറ്റുന്ന, മിമ്പറിലുള്ള ഖുതുബോതുന്ന ഖത്തീബുമാർ മാത്രമല്ല, ആ വിശ്വാസികൾ ഇന്നത്തെ ജുമഅക്ക് വേണ്ടി ലോകത്ത് എവിടെയെല്ലാം ഒരുമിച്ച് കൂടുന്നു അവരെല്ലാം പൊട്ടിക്കരയുന്ന, നെഞ്ചുലക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. കാരണം ഇന്ന് റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അവസാനത്തെ വെള്ളിയാഴ്ച ഖത്തീബുമാർ മിമ്പറിലേക്ക് കയറിയിട്ട് അവരുടെ ഖുതുബയുടെ അവസാനം ഒരു സലാം പറച്ചിലുണ്ട്. റമദാനിനെ ഒരു സലാം പറഞ്ഞിട്ട് യാത്രയാക്കുന്നൊരു യാത്രയാക്കലുണ്ട്. റമദാൻ വിട്ടുപോയിട്ടില്ല, പക്ഷേ എല്ലാ വിശ്വാസികളും ഒരുമിച്ച് കൂടുന്ന ഇങ്ങനെ ഒരു റമദാനിൽ ഒരു സദസ്സ് ഇനി അടുത്ത വെള്ളിയാഴ്ച ഉണ്ടാവില്ല. അതുകൊണ്ട് റമദാനിലെ 4-ാമത്തേതും അവസാനത്തേതുമാകുന്ന വെള്ളിയാഴ്ച റബ്ബേ ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാൻ ആക്കല്ലേ എന്ന് ഓരോ വിശ്വാസിയും നെഞ്ച് തകർന്നുകൊണ്ട് ദുആരക്കുന്ന, ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഈ റമദാൻ അള്ളാഹു ഞങ്ങൾക്ക് അനുകൂലമാക്കണേ എന്ന് തേങ്ങി പറയുന്ന വിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച, ഈ വെള്ളിയാഴ്ച ഖത്തീബുമാർ ഖുതുബ ഓതുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന സലാം നമുക്കൊന്ന് കേൾക്കണ്ടേ? ഉപ്പമാര് അവർ പള്ളിയിൽ പോകുമ്പോൾ കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പത്തെ വർഷമൊക്കെ നമ്മൾ ഈ സലാം പറയുന്നത് കേട്ടിട്ടുണ്ടാകും ഉസ്താദുമാര്. പക്ഷെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീട്ടിൽ തന്നെയാണല്ലോ നിസ്കരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്കൊരു പക്ഷേ ഈ സലാം കേൾക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കഴിഞ്ഞ വർഷം നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എങ്ങനെ സലാം പറഞ്ഞിട്ട് ഈ റമദാനിനെ നമ്മൾ യാത്രയാക്കുന്നത്, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇന്നലെ 27-ാം രാവായിരുന്നു അല്ലെ? റമദാനിന്റെ 27-ാം രാവ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ വിശ്വാസികളും അവർ കാത്തിരിക്കും. 27-ാം രാവ് എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദർ ആണെന്ന് ഉറപ്പിച്ചിട്ടാണ് പലരും ഇബാദത്ത് എടുക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ ആ ഉറപ്പ് സ്വീകരിക്കുകയും 27-ാം രാവിന്റെ, അതായത് ലൈലത്തുൽ ഖദറിന്റെ പുണ്യം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെ അൽഹംദുലില്ലാ, ഇന്നലെ ഒന്ന് ഓർത്തു നോക്കിയേ, ഇന്നലെ മഗ്രിബ് നമ്മൾ ജമാഅത്തായി നിസ്കരിച്ചു അല്ലെ? പള്ളിയിൽ ഉപ്പമാര്, വീട്ടിൽ ഉമ്മമാര് പരമാവധി ജമാഅത്തായി നിസ്കരിച്ചു, അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിലും നമ്മൾ നിസ്കരിച്ചു മഗ്രിബ് നമസ്കാരം. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നോമ്പെല്ലാം തുറന്നിട്ട് ഇശായിൻ്റെ ബാങ്കിന് വേണ്ടി കാത്തിരുന്നു. ഇശാ ബാങ്ക് വിളിച്ചു. ഇശാ ബാങ്ക് വിളിച്ചതിന് ശേഷം 2 റക്അത്ത് ഇശാക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു. ശേഷം ഇശാ നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു ഇശാക്ക് ശേഷമുള്ളത്. പിന്നെ നമ്മളെല്ലാവരും തറാവീഹ് നമസ്കരിച്ചു. അൽഹംദുലില്ലാ, ആ ഇന്നലത്തെ തറാവീഹ് നമസ്കാരത്തിന് വമ്പിച്ച പ്രതിഫലമാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാഹു തആല ഈ റമദാനിൽ നിസ്കരിക്കുന്ന ഓരോ തറാവീഹ് നമസ്കാരത്തിനും വ്യത്യസ്തമായ ഗുണങ്ങളും നേട്ടങ്ങളും ഉണ്ടെന്നാണ്. അള്ളാഹു അത് നമുക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെ നമ്മൾ തറാവീഹ് നമസ്കരിച്ചു. അതിനുശേഷം നമ്മൾ ഒരുപാട് ദിക്റുകൾ പറഞ്ഞു, സ്വലാത്തുകൾ പറഞ്ഞു. പിന്നെ കുറെ ആളുകൾ വിത്ർ നിസ്കരിച്ചു. അത് കഴിഞ്ഞ് ഖിയാമുൽ ലൈൽ അല്ലെ? അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ പള്ളിയിലൊക്കെ ഇന്നലെ അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ദിക്റിന്റെ മജ്ലിസ് ഉണ്ടായിരുന്നു, സ്വലാത്തിന്റെ, അതുപോലെ തന്നെ തൗബയുടെ മജ്ലിസ്, അസ്മാഉൽ ഹുസ്ന ഓതി പ്രത്യേകം ദുആരക്കുന്ന മജ്ലിസ് ഉണ്ടായിരുന്നു. പിന്നെ അല്പസമയം ഉറങ്ങിയിട്ട് എല്ലാവരും എഴുന്നേറ്റ് പിന്നെ തഹജ്ജുദ് നിസ്കരിച്ചു. പിന്നെ ദീർഘമായ ഖിയാമുൽ ലൈൽ നിസ്കാരം ഉണ്ടായിരുന്നു. പിന്നെ വിത്ർ നിസ്കാരം ഉണ്ടായിരുന്നു. വിശാലമായി എല്ലാം പറഞ്ഞിട്ടുള്ള ദുആ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ നിൽക്കുന്ന എറണാകുളം സെൻട്രൽ പള്ളിയിൽ ഉണ്ടായിരുന്നതാണ്. അതുപോലെ നിങ്ങളുടെയൊക്കെ മഹല്ലത്ത് പള്ളികളിലും 27-ാം രാവ് ഒരു ചെറിയ തൈക്കാവാണ്, നിസ്കാര പള്ളിയാണെങ്കിൽ പോലും അവിടെയും കുറച്ച് ആളുകൾ കൂടി ഹയാത്താക്കുന്ന ഒരു സദസ്സായിരുന്നു ഇന്നലെ 27-ാം രാവിനെ ലോകം മുഴുവനും നമുക്ക് കാണാൻ പറ്റുക. പ്രത്യേകിച്ച് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് 27-ാം രാവെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി മഹത്വം കൽപ്പിക്കുന്ന ആളുകളാണ്. അതിലാണുങ്ങൾ മാത്രമല്ല, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാർ, എൻ്റെ സഹോദരിമാർ, നിങ്ങളൊക്കെ ഇന്നലെ അൽഹംദുലില്ലാ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഹയാത്താക്കിയ ആളുകളാണ് അല്ലെ? നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ സജീവമാക്കിയ ആളുകളാണ്. അല്ലാഹു തആല നമ്മുടെയൊക്കെ ഇബാദത്തുകൾ സ്വീകരിക്കുമാറാവട്ടെ. ഈ 27-ാം രാവിന് നമ്മൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്നു. 27-ാം രാവിൽ തന്നെ ആവണം ലൈലത്തുൽ ഖദ്ർ എന്നൊന്നും ഒരു നിശ്ചയവുമില്ല. ഇപ്പൊ കഴിഞ്ഞുപോയ 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, ഈ 4 രാവുകൾ കടന്നുപോയി. ഇനി നമുക്ക് വരാനുള്ളത് 29-ാം രാവാണ്. 29-ാം രാവും അത് ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുള്ള രാവാൻ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് ഒരുപാട് മഹത്തുക്കൾ ലൈലത്തുൽ ഖദ്ർ, അതായത് ഇന്നലെ രാത്രി ലൈലത്തുൽ ഖദ്ർ ആയിരുന്നു എങ്കിൽ അതിൻ്റെ ശേഷം, അതായത് ഇപ്പോൾ ഇന്നലെ ലൈലത്തുൽ ഖദ്ർ ആയിരുന്നു എങ്കിൽ ഇന്നത്തെ പകലിൽ നമുക്ക് ചില അടയാളങ്ങൾ കാണാൻ പറ്റും. അതായത് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ, ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുത്താൽ ഇന്നലെ ലൈലത്തുൽ ഖദ്ർ ആയിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു 11 അടയാളങ്ങൾ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതായത് തലേ രാത്രി ലൈലത്തുൽ ഖദ്ർ ആയിരുന്നോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു 11 അടയാളങ്ങൾ. മാത്രമല്ല ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദ്ർ ആണോ എന്ന് നമുക്കറിയാൻ പറ്റുന്ന ഈ അടയാളങ്ങളും നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്.
അതിൽ ചില അടയാളങ്ങൾ ഞാൻ പറയാം, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയാൽ മതി. അപ്പോൾ ലൈലത്തുൽ ഖദ്ർ ആണെങ്കിൽ നമുക്കതിൻ്റെ പുണ്യം അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി അല്ല എങ്കിൽ ഇനിയുള്ള രാവുകൾ നമ്മൾ സജീവമാക്കുക. ഇന്ന് മഗ്‌രിബോട് കൂടി വരുന്നത് 28-ാം രാവാണ്. മാത്രമല്ല നാളെ ശനിയാഴ്ച മഗ്‌രിബോട് കൂടി പുണ്യമായ 29-ാം രാവ്. 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളായി അല്ലേ, പിന്നെ റമദാൻ തീർന്നു എന്നാണ് പലരും ചിന്തിക്കുന്നത്. ആയിട്ടില്ല കേട്ടോ. 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ 28-ാം രാവുണ്ട്, 29-ാം രാവുണ്ട്. അതൊക്കെ വളരെ മഹത്വമുള്ള രാവുകളാണ്. ഇവിടെ മഹത്തുക്കൾ പറയുന്നു, അതായത് ഉൽജത്തുൻ സ്വാഫിയ, അതായത് ഈ ലൈലത്തുൽ ഖദറിന്റെ രാവെന്ന് പറഞ്ഞാൽ അത് തെളിഞ്ഞ രാത്രിയായിരിക്കും, തെളിഞ്ഞ ഒരു അന്തരീക്ഷമുള്ള രാവായിരിക്കും. തെളിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ 14-ാം രാവിലെ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോൾ ഒരു പ്രത്യേകമായ വെട്ടം ഉണ്ടാവുമല്ലോ ഭൂമിയിൽ. 27-ാം രാവിനോ അല്ലെങ്കിൽ 21-ാം രാവിനോ 23-ാം രാവിനോ ഒന്നും ചന്ദ്രൻ അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നില്ല. പക്ഷെ എന്നാലും ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പിക്കുമാറ് ഒരു പ്രകാശം ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ്. മാത്രമല്ല വിശുദ്ധമായ കഅബ, ആ കഅബയുടെ മുകളിൽ ഒരുപാട് മലക്കുകൾ, ലക്ഷക്കണക്കിന് വരുന്ന മലക്കുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന കാരണം കൊണ്ടാണ്, അതായത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ആ ലക്ഷക്കണക്കിന് വരുന്ന മലക്കുകൾ ആ കഅബക്ക് ചുറ്റും ഇങ്ങനെ തവാഫ് ചെയ്യുന്നത് കൊണ്ട് ഭൂമി മുഴുവനും എന്താണ് ഒരു തെളിഞ്ഞ അന്തരീക്ഷമായിട്ട് നമുക്ക് അനുഭവപ്പെടുമെന്ന് മഹത്തുക്കൾ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. രണ്ടാമത്തേത് സാക്കിനത്തുൻ സാജിദ, സമാധാനമായിരിക്കുന്ന രാത്രിയാണെന്നാണ്. സാധാരണ രാത്രികളെ പോലെയല്ല, ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത ഒരു സമാധാനം. അതായത് ഈ പട്ടികളുടെ കുരയും അതുപോലെ കഴുതകളുടെ ചിലക്കലും കുതിരകളുടെ ശബ്ദവും അതുപോലെ മറ്റു മൃഗങ്ങളുടെയൊക്കെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റാത്ത, ഒരു ഇല വീണാൽ കേൾക്കാൻ പറ്റുന്ന ശബ്ദം എന്നൊക്കെ നമ്മൾ സൂചി വീണാൽ കേൾക്കുന്നൊക്കെ പറയില്ലേ, അതുപോലെ ഈ അന്തരീക്ഷത്തിൽ നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കുന്ന ശബ്ദം അല്ലാതെ മറ്റ് അന്തരീക്ഷത്തിൽ പ്രകൃതിയുടെ ശബ്ദം ഇങ്ങനെ ശാന്ത സുന്ദരമായിരിക്കും. സമുദ്രത്തിൽ ചെന്നാൽ ആ സമുദ്രത്തിന്റെ നുരകൾ, ആ അതായത് തിരടിച്ചു വീശൂലേ, ആ തിരകൾക്ക് പോലും ഒരു സമാധാനപരമായ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് പോലും മഹത്തുക്കൾ പറയുകയാണ് ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രി. പിന്നെയോ മൂന്നാമത്തെ അടയാളം ലാ ഹാറത്തുൻ വലാ ബാരിദ, അതിശക്തമായ തണുപ്പോ അതിശക്തമായ പുകച്ചിലോ ചൂടോ ഇല്ലാത്ത ഒരു മീഡിയം ലെവലിലുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ലൈലത്തുൽ ഖദറിന്റെ രാത്രി എന്നാണ്. പിന്നെയോ നാലാമത്തേത് കാന ഫീഹാ ഖമറൻ സാതിഅ, അതായത് ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ടോ ഇല്ല, എന്നാൽ ഉദിച്ചതുപോലത്തൊരു പ്രകാശം നമുക്ക് ഭൂമിയിൽ അനുഭവപ്പെടുമെന്നാണ്. അഞ്ചാമത്തേത് വലാ യഹില്ലു ലിനജ്മിൻ ഔ യുർമാ ബിഹി തിൽക്കൽ ലൈല, അതായത് കൊള്ളിമീനുകൾ, വാൽ നക്ഷത്രങ്ങൾ, അത് ഈ പിശാചിനെ അള്ളാഹ് എറിയുന്നതാണെന്നാണ് പറയുന്നത്. കൊള്ളിമീനുകൾ, വാൽ നക്ഷത്രം പെട്ടെന്ന് ഇങ്ങനെ ഒരു പോക്ക് പോകുന്ന ഒരു സംവിധാനം ഇത് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും. അതായത് ഒരു ചെറിയൊരു നക്ഷത്രം പോലെ പെട്ടെന്ന്, അല്ലെങ്കിൽ ഒരു ചെറിയ തീയിൻ്റെ തരി പോലെ നമുക്ക് തോന്നും പെട്ടെന്ന് ഇങ്ങനെ പോകുന്നത്. അതാണ് ഈ കൊള്ളിമീനുകൾ അല്ലെങ്കിൽ വാൽ നക്ഷത്രം എന്നൊക്കെ പറയും. അതൊന്നും ഉണ്ടായിരിക്കില്ല. ഈ നക്ഷത്രങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീതി നമുക്ക് തോന്നുമെന്നാണ്. പിന്നെയോ അന്ന ശംസ തത്ലുഉ സുബീഹതഹ ലാ ശുആഅ ലഹാ എന്നാണ്. അതായത് ഇന്നലെ ലൈലത്തുൽ ഖദർ ആണ് എങ്കിൽ ഇന്നലത്തെ രാത്രി കഴിഞ്ഞ് വരുന്ന പകൽ, അതായത് ഇന്നത്തെ രാവിലെ ഇന്നത്തെ പകൽ സൂര്യൻ അതൊന്നും മങ്ങി നിൽക്കുമെന്നാണ്. അതായത് ലൈലത്തുൽ ഖദർ എന്നാണോ ആ രാത്രി കഴിഞ്ഞിട്ടുള്ള പകലിലുള്ള സൂര്യൻ അതിങ്ങനെ മങ്ങി നിൽക്കുമെന്നാണ്. പിന്നെയോ മറ്റൊരു അടയാളമായി പറയുന്നത് അന്നഹൽ ഖമറു ലൈലത്തുൽ ബദർ, 14-ാം രാവിലെ ചന്ദ്രനെ പോലെ ആ ഒരു സൂര്യൻ ഇങ്ങനെ ഒരു മങ്ങിയ വെളിച്ചമായിരിക്കും ഉണ്ടാവുക, അതിശക്തമായ ചൂട് അനുഭവപ്പെടില്ലെന്നാണ്. പിന്നെയോ അന്നത്തെ രാത്രി നായകളുടെ കരച്ചിലോ കഴുതകളുടെ ചിലയോ ഉണ്ടാവൂല, അതായത് മൃഗങ്ങൾ അനാവശ്യമായി ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കൂലെന്നാണ്. പിന്നെയോ അന്നത്തെ രാത്രി കടൽ വെള്ളത്തിന് അമ്ലരസം, ഉപ്പുരസം ഉണ്ടല്ലോ, അത് കുറവായിരിക്കുമെന്നാണ് ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ. അതുപോലെ തന്നെ 9-ാമത് പിശാചുക്കളെ ബന്ധനസ്ഥരാക്കുമെന്നാണ്. അന്നത്തെ ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ സാധാരണ രാത്രിയേക്കാൾ അപേക്ഷിച്ച് കുറ്റകൃത്യങ്ങൾ കുറവായിരിക്കുമെന്നാണ്. പിന്നെയോ 10-ാമത്തെ അടയാളമായി കാണുന്നത് അന്നത്തെ രാത്രി ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനിക്ക് അനുഭവപ്പെടും ഒരു കുളിര്, ഒരു കോരിത്തെരിപ്പ് ഉണ്ടാവും. ചില സമയത്തൊക്കെ നമ്മൾ ദുആരക്കുമ്പോൾ ഒരു കോരിത്തെരിപ്പില്ലേ, അതുപോലെ ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നമ്മൾ ദുആരക്കുമ്പോൾ നമുക്കറിയാതൊരു കോരിത്തെരിപ്പ്, ഒരു കുളിരുണ്ടാകുമെന്നാണ്. അങ്ങനെ ഇന്നലത്തെ രാത്രി നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ മിനിഞ്ഞാന്നത്തെ രാത്രി അനുഭവപ്പെട്ടിട്ടുണ്ടോ, 25-ാം രാവിലെ അനുഭവപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ആ ദുആ സ്വീകരിക്കും. അന്നത്തെ രാത്രിയായിരിക്കും നമുക്ക് ലൈലത്തുൽ ഖദർ എന്നാണ്. പിന്നെ 11-ാമത്തേത് ഏത് കഠിന ഹൃദയമുള്ളവനാണെങ്കിലും അവനിക്കൊന്ന് ഒരു വിഷമമുണ്ടാകും, ഒരു കരയാനുള്ള ഒരു തോന്നൽ, പടച്ചോനെ ഞാൻ സ്വർഗത്തിലാണോ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മനസ്താപം ഉണ്ടാകുമെന്നാണ്. ഏത് കഠിന ഹൃദയനും ഈ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അവനിക്കൊരു തൗബയുടെ മനസ്സുണ്ടാകുമെന്നാണ്.
പക്ഷേ അല്ലാഹു തആല സ്വർഗം കൊടുക്കാൻ ഉദ്ദേശിച്ചവർക്കായിരിക്കും അന്ന് ഇബാദത്ത് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് 28-ാം രാവ്, ഇനി വരുന്ന 29-ാം രാവ്, ഈ രാവിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻഷാ അല്ലാഹ് ഇന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് മനസ്സിൽ കരുതിയിട്ട് അങ്ങനെ വേണം നമ്മൾ ഇബാദത്ത് ചെയ്യാൻ. അല്ലാഹു തആല ലൈലത്തുൽ ഖദ്ർ കിട്ടിയ ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് പരിശുദ്ധമായ റമളാനിന്റെ 4ാമത്തെ വെള്ളിയാഴ്ച ദിനമാണ്. അല്ലാഹുവേ പടച്ചവനെ, അടുത്ത റമളാനിൽ ഈ പറയാൻ ഞാനുണ്ടാവോ ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ നിങ്ങളിൽ ആരുണ്ടാകും? ഒരു ഉറപ്പില്ല അല്ലേ, ഒരു ഗ്യാരണ്ടി എനിക്കോ നിങ്ങൾക്കോ ഇല്ല. കഴിഞ്ഞ റമളാനിലൊക്കെ നമുക്ക് വഅദ് പറഞ്ഞു തന്ന എത്രയോ ഉസ്താദുമാരാണ് ഈ റമളാൻ സ്വീകരിക്കാനില്ല അല്ലേ, എത്രയോ ഉസ്താദുമാരാണ് മരണപ്പെട്ടു പോയത്. കഴിഞ്ഞ വർഷമൊക്കെ അവരൊക്കെ ഇങ്ങനെ യൂട്യൂബിലൂടെയും അല്ലാതെയൊക്കെ നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന ആളുകളാണ്. അതുപോലെ തന്നെ എത്രയോ നമ്മുടെ ബന്ധുമിത്രാദികൾ അല്ലെ, നമ്മുടെ കൂടെ നോമ്പ് തുറന്ന ആളുകൾ, നമ്മുടെ കൂടെ തറാവിഹ് നമസ്കരിച്ചവർ. ഉമ്മമാരെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ കൂടെ കഴിഞ്ഞ വർഷം പെരുന്നാൾ നിസ്കരിക്കാനും തറാവി നിസ്കരിക്കാനൊക്കെ ഉണ്ടായിരുന്ന എത്രയോ സഹോദരിമാർ ഇന്ന് അവർ 6 അടി മണ്ണിലാണ്, ഖബറിലാണ്. അപ്പോൾ അടുത്ത വർഷം ഞാനും നിങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ ഈ ഓരോ റമളാനും നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പടച്ചോൻ, ഇതെൻ്റെ അവസാനത്തെ റമളാനാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് വേണം നമ്മൾ ഇബാദത്ത് ചെയ്യാൻ. പ്രത്യേകിച്ച് ഈ റമളാൻ, ഈ പുണ്യമായ റമളാനിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനമാണ്. വെള്ളിയാഴ്ച ദിനത്തിൻ്റെ പ്രത്യേകതയൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, നമുക്കൊക്കെ അറിയാം, എത്രയോ വട്ടം നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിനമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഉപ്പമാർ, ഇന്ന് നേരത്തെ പള്ളിയിലേക്ക് പോകണം. കാരണം ഇന്ന് ഇരു ഹറമുകളിൽ ഭയങ്കര തിരക്കായിരിക്കും, ഉറപ്പാണ്. കാരണം ഇന്ന് അവസാനത്തെ വെള്ളിയാഴ്ച ദിനമാണ്. ഇരു ഹറമുകൾ നിറഞ്ഞു കവിയും, ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും ഓരോ പള്ളിയിലും നിസ്കരിക്കാൻ അവിടെ ഉണ്ടാവുക. അല്ലാഹുവേ പടച്ചവനെ, നമ്മുടെയൊക്കെ പള്ളികളിലും ഒരുപാട് തിരക്കുണ്ടാവും. അതുകൊണ്ട് അവസാനത്തെ വെള്ളിയാഴ്ച ദിനമാണ്. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ഷവ്വാലിലായിരിക്കും അല്ലേ, അടുത്ത റമളാനിൽ ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്ന് അറിയില്ല. അതുകൊണ്ട് അവസാനത്തെ ഒരു അവസരമാണെന്ന് മനസ്സിലാക്കി ഉപ്പമാർ നേരത്തെ പള്ളിയിലേക്ക് പോകണം. അതുപോലെ തന്നെ ഉമ്മമാരോടൊക്കെ പറയാനുള്ളത്, ഇന്ന് നിങ്ങൾ ബാങ്ക് വിളിച്ചിട്ട് നിസ്കാരപ്പായിലേക്ക് പോകാൻ നിൽക്കേണ്ട, നേരത്തെ തന്നെ വുദു എടുത്തിട്ട്, അതുപോലെ ഇന്ന് കുളിക്കുന്നവർ, അതാണാവട്ടെ പെണ്ണാവട്ടെ, ജുമാക്ക് വേണ്ടിയുള്ള സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് മനസ്സിൽ കരുതി ആ നിയ്യത്തോടു കൂടി വേണം നിങ്ങൾ കുളിക്കാൻ. കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് എന്ത് ചെയ്യുക? നിസ്കാരത്തിന് വേണ്ടി നേരത്തെ പോവുക. ഉമ്മമാർ നിസ്കാര കുപ്പായൊക്കെ ഇട്ടിട്ട് നേരത്തെ മുസല്ലയിലേക്ക് വരിക, അവിടെ ഇരുന്നിട്ട് സുന്നത്ത് നിസ്കരിക്കുക. അതുപോലെ തന്നെ ബാങ്കിന് വേണ്ടി കാത്തിരിക്കുക. സൂറത്തുൽ കഹ്ഫ് പാരായണം, അതുപോലെ തന്നെ അറിയാവുന്ന സൂറത്തുകൾ ഓതുക. പിന്നെ ഒരുപാട് നമ്മൾ ഈ റമളാനിൽ അവസാനത്തെ 10 ചൊല്ലുന്ന 2 ദുആകളുണ്ട്, അത് ഒരിക്കലും മറന്നു പോകരുത്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അതുപോലെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ 2 ദുആകളും നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിച്ച് പറയേണ്ട ദുആയാണ്. ഇന്നത്തെ വെള്ളിയാഴ്ച പരമാവധി സ്വലാത്തുകൾ പറയുക, ഒരുപാട് കണ്ട് ദുആരക്കുക, ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ പറയുക. ഇൻഷാ അല്ലാഹ് ഈ റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയട്ടെ, ഇന്ന് നിങ്ങളുടെ ഭർത്താക്കന്മാരെ നേരത്തെ നിങ്ങൾ പള്ളിയിലേക്ക് വിടുക. കാരണം ഇന്നത്തെ വെള്ളിയാഴ്ചയുടെ നേട്ടമെന്ന് പറഞ്ഞാൽ അത് വമ്പൻ നേട്ടമാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി സിയാറത്ത് ചെയ്യാൻ അവർ മറന്നു പോകരുത്. അതുപോലെ തന്നെ മരണപ്പെട്ട വാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി നിങ്ങളും നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ദുആ ചെയ്യണം. കാരണം ഇത് അവസാനത്തെ വെള്ളിയാഴ്ച. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തുള്ള എല്ലാ പള്ളികളിൽ നിന്നും, പള്ളി മിഹ്റാബുകളിൽ നിന്നും, ജുമാ നടക്കുന്ന എല്ലാ പള്ളികളിൽ നിന്നും ഇന്ന് കൂട്ടക്കരച്ചിലുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. എന്താ കരയുന്നത്? റമളാൻ പോവുകയാ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ ഉമ്മത്തിന് ബാധിച്ച മുസീബത്തോർത്തിട്ട് സഹാബ എനിക്ക് കരച്ചിൽ വരുന്നു. നബിയെ, ഞങ്ങൾക്ക് എന്ത് മുസീബത്താണ് സംഭവിക്കുന്നത്? ആ സമയത്ത് നബി തങ്ങൾ പറയുന്നുണ്ട്, റമളാൻ പോകലാണ്. റമളാൻ പോകുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു മുസീബത്താണെന്നാണ്. കാരണം മലക്കുകൾ പോലും കരയുന്ന ഒരു ദിനമാണെന്നാണ്. കാരണം ഇന്ന് മിമ്പറുകളിൽ നിന്ന്, മിഹ്റാബുകളിൽ നിന്ന് കേൾക്കുന്ന ഈ റമളാനിനെ സലാം പറഞ്ഞ് അയക്കുന്ന ആ സലാം കേട്ടിട്ട് മലക്കുകൾ പോലും കരയും. കാരണം എന്താ? ആ മലക്കുകൾ ആഗ്രഹിക്കുന്നത് വർഷം മുഴുവനും, കാലം മുഴുവനും റമളാൻ ആവാനാണ്. അങ്ങനെയുള്ള റമളാൻ ഇങ്ങനെ സലാം പറഞ്ഞു പോകുമ്പോൾ അവർ പോലും പൊട്ടിക്കരയുമെന്നാണ്. എങ്ങനെയാ സലാം പറയുന്നത്? ഉമ്മമാർക്ക് വേണ്ടി ഞാൻ ആ സലാം ഒന്ന് പറഞ്ഞ് കേൾപ്പിച്ചു തരാം. അതായത് ഇന്ന് പള്ളി മെമ്പറുകളിൽ നിന്നും ഉസ്താദുമാർ, ഖത്തീബുമാർ പറയുന്ന സലാം അതെങ്ങനെയാണ്? ആദ്യം റമളാനിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. റമളാൻ അല്ലേ, കഴിഞ്ഞ റജബിലും ഷഅബാനിലും നമ്മളിങ്ങനെ ഒരുപാട് വബല്ലിഗ്നാ റമളാൻ, അല്ലാഹുവേ റമളാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണേ. നമ്മളിങ്ങനെ 2 മാസം തുടർച്ചയായി ദുആ ചെയ്തു. അല്ലാഹു ആ റമളാനിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് അല്ലേ. റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. അൽഹംദുലില്ലാഹ്. ആ റമളാൻ നമ്മുടെ കൂട്ടുകാരനായി മാറി, കൂട്ടുകാരിയായി മാറി. നമ്മൾ എപ്പോൾ പോയാലും എവിടെ പോയാലും ആ റമളാൻ നമ്മുടെ കൂടെയുണ്ട് അല്ലേ. നമ്മുടെ നിസ്കാരത്തിൽ റമളാനുണ്ട്, നമ്മുടെ നോമ്പിൽ റമളാനുണ്ട്, നമ്മുടെ ഖുർആൻ
പാരായണത്തിൽ റമളാനുണ്ട്, നമ്മുടെ സ്വതക്കയിൽ റമളാനുണ്ട്, നമ്മുടെ ഇരുത്തത്തിലും നടത്തത്തിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ വാക്കിലും റമളാനുണ്ട്. റമളാനിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നമ്മൾ പരമാവധി ചെയ്യാറില്ല, അല്ലേ? റമളാൻ നമ്മുടെ കൂടെയുണ്ട്, ഒരു നിഴൽ പോലെ നമ്മുടെ കൂടെയുണ്ട്. ആ റമളാൻ നമ്മളെ വിട്ടു പോവുകയാണ്, ആ റമളാൻ നമ്മളെ വിട്ട് സലാം പറയുകയാണ്. എങ്ങനെയാണ് സലാം പറയുന്നത്? അത് ഇന്നത്തെ ജുമുഅ ഖുതുബയിൽ ഉസ്താദുമാർ പറയുന്നുണ്ട്. എങ്ങനെയാ സലാം പറയുന്നത്? ഷഹ്റുൽ അഫ്വി വൽ ഗുഫ്റാൻ. റമളാനേ റമളാനേ, ഞങ്ങളിലേക്ക് നീ വന്നിട്ട് ഇന്നേക്ക് 10-27 ദിവസമായി. ആ റമളാനേ, നീ ഞങ്ങളിലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. റമളാൻ, ഈ റമളാൻ എന്ന് പറഞ്ഞാൽ അത് ഗുഫ്റാനിന്റെ മാസമാണ്, അഫുവിന്റെ മാസമാണ്, പാപമോചനത്തിന്റെ മാസമാണ്, വിട്ടുപൊറുക്കലിന്റെ മാസമാണ്. ആ റമളാൻ എന്ന് പറഞ്ഞാൽ ഷഹ്റുർ റഹ്മത്തി വർ റിദ്വാൻ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും തൃപ്തി കിട്ടുന്ന, തൃപ്തിയുണ്ടാകുന്ന മാസമാണല്ലോ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും നമ്മൾ അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, കരുണയുള്ള റബ്ബേ ഞങ്ങൾക്ക് കരുണ ചെയ്യണേ എന്ന് നമ്മൾ അല്ലാഹുവിലേക്ക് റഹ്മത്തിന് ചോദിച്ച മാസമാണ്. വശഹുറുൽ ബർക്കത്തി വൽ ഇഹ്സാൻ, റമളാൻ എന്ന് പറഞ്ഞാൽ അത് ബറക്കത്തിന്റെ മാസമാണ്. സാധാരണ റമളാൻ അല്ലാത്തപ്പോൾ കഴിക്കുന്നതിനേക്കാൾ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ പലപ്പോഴും റമളാനിൽ നമ്മൾ കഴിച്ചവരാണല്ലോ. വൽ ഇഹ്സാൻ, നന്മയുടെ മാസമാണ് റമളാൻ. റമളാനിൽ എത്രയോ നന്മകളാണ് റമളാൻ അല്ലാത്ത മാസത്തിൽ ചെയ്യാത്ത എത്രയോ നന്മകളാണ് റമളാനിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ആദ്യം റമളാനിനെ ഇങ്ങനെ ഒന്ന് പറയും, എന്നിട്ട് പിന്നെ റമളാനിനോട് സലാം പറയുകയാണ്. റമളാൻ ഇങ്ങനെ മുൻപിൽ നിൽക്കുന്നു, അല്ലേ? നമ്മുടെ മക്കളെ നമ്മൾ കെട്ടിച്ചു വിടുമ്പോൾ നമ്മുടെ മോള് വിവാഹ പന്തലിൽ നിന്നും ഓഡിറ്റോറിയത്തിൽ നിന്നും ചെറുക്കൻ്റെ കൈയും പിടിച്ച് ചെറുക്കൻ കൊണ്ടുവന്ന കാറിൽ ഇങ്ങനെ കയറി പോകുമ്പോൾ വാപ്പാനെ കെട്ടിപ്പിടിച്ച് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു കരച്ചിലുണ്ട്, അല്ലേ? മക്കള്, പെൺകുട്ടികൾ ഇങ്ങനെ കരയും. ആ കരച്ചിൽ വല്ലാത്തൊരു കരച്ചിലാണ്. അത് കാണുമ്പോൾ കരച്ചിൽ കാണുന്നവരും കരഞ്ഞു പോകുന്ന. അതുപോലെ ഈ സലാം പറയുമ്പോൾ ഖത്തീബ് ഇങ്ങനെ വിതുമ്പി പറയുന്ന ഈ സലാം കേട്ടിട്ട്, ആ കരച്ചിൽ കേട്ടിട്ട് ബാക്കിയുള്ളവരും കരയും. ഈ അല്പമെങ്കിലും ഈമാൻ മനസ്സിലുള്ളവർ കരഞ്ഞു പോകുമെന്നാണ്. എങ്ങനെയാ സലാം പറയുന്നത്? അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ, റമളാനേ, റമളാൻ മാസമേ, നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, നിനക്ക് അല്ലാഹുവിന്റെ ഗുണമുണ്ടാവട്ടെ. അസ്സലാമു അലൈക യാ ശഹ്റർ റഹ്മത്തി വർ റിദ്വാൻ, റമളാനേ ഞങ്ങൾക്ക് നീ റഹ്മത്തായിരുന്നു, റമളാനേ ഞങ്ങൾക്ക് നീ കരുണയായിരുന്നു. ആ കരുണയുടെ ദിനങ്ങളെ നീ വിട പറയുകയാണ്, കരുണയുള്ള റമളാനെ നീ വിട പറയുകയാണ്. നിനക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, സലാമുണ്ടാവട്ടെ. അസ്സലാമു അലൈക യാ ശഹ്റൽ അഫ്വി വൽ ഗുഫ്റാൻ, മാപ്പിന്റെ മാസമേ റമളാൻ, അതുപോലെ പാപമോചനത്തിന്റെ മാസമേ റമളാൻ, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും അവന്റെ അടിമകൾക്ക് തൃപ്തി കിട്ടുന്ന മാസമേ റമളാൻ. നീ ഞങ്ങളെ വിട്ടു പോവുകയാണല്ലോ, നിനക്ക് അല്ലാഹുവിന്റെ ഗുണമുണ്ടാവട്ടെ, അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. വീണ്ടും പറയുന്നു, അസ്സലാമു അലൈക യാ ശഹ്റർ റഹ്മത്തി വൽ ഗുഫ്റാൻ, അസ്സലാമു അലൈക യാ ശഹ്റൽ ഖൈറാത്തി വ തിലാവത്തിൽ ഖുർആൻ. ഉമ്മമാരെ ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മളൊക്കെ എത്രയോ ഖുർആനാണ് ഓതിയത്, അല്ലെ? എത്രയോ വട്ടം നമ്മൾ ഖത്മുൽ ഖുർആൻ ഓതി, എത്രയോ വട്ടം നമ്മൾ ഖുർആൻ ഖത്തം തീർത്തു, എത്രയോ സൂറത്തുകൾ നമ്മൾ ഓതി, എത്രയോ പ്രാവശ്യമാണ് നമ്മൾ ഈ റമളാനിൽ ഫാത്തിഹ ഓതിയത്, എത്രയോ പ്രാവശ്യമാണ് നമ്മൾ ആയത്തുൽ കുർസി ഓതിയത്, എത്രയോ പ്രാവശ്യമാണ് നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദത്തിനെ ഓതിയത്. ആ തിലാവത്തുൽ ഖുർആൻ അത് റമളാൻ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഓതിയത്. റമളാൻ അല്ലാത്ത മാസത്തിൽ ഇത്രമാത്രം നമ്മൾ ഖുർആൻ ഓതാറില്ലല്ലോ. അതുകൊണ്ട് ഖുർആനോത്തിന്റെ മാസമാകുന്ന റമളാനെ, ഒരുപാട് ഖൈറാത്തുകളുടെ മാസമാകുന്ന റമളാനെ, നിനക്ക് അല്ലാഹുവിന്റെ ഗുണമുണ്ടാവട്ടെ, അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. വീണ്ടും പറയുന്നു, അസ്സലാമു അലൈക യാ ശഹ്റസ് സ്വദഖത്തി വസ്സിയാം, നോമ്പിന്റെ മാസമേ റമളാൻ, സ്വദഖയുടെ മാസമേ റമളാൻ. റമളാൻ മാസത്തിലെ ഒരു ഫർളായ നോമ്പ് നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെട്ട നോമ്പിന് പകരം 1000 മാസം നമ്മൾ തുടർച്ചയായി നോമ്പ് പിടിച്ചാലും റമളാനിലെ ഒരു നോമ്പിന് തുല്യമാവില്ല എന്ന് പഠിപ്പിച്ച അത്രമാത്രം ശ്രേഷ്ഠതയുള്ള റമളാൻ
റമദാനിലെ നോമ്പ്, ആ റമദാനിലെ നോമ്പേ ഞങ്ങളോട് നീ വിട പറഞ്ഞു പോവുകയാണല്ലോ. റമദാനിൽ ഒരു സ്വതക്ക കൊടുത്താൽ റമദാൻ അല്ലാത്ത 70 മാസം 70 ദിവസം സ്വതക്ക കൊടുത്തതിന് തുല്യമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ചെറിയൊരു സ്വതക്ക കൊടുത്താൽ തന്നെ വമ്പൻ സ്വതക്കയുടെ പ്രതിഫലം കിട്ടുന്ന മാസമേ റമദാൻ. നീ ഞങ്ങളോട് യാത്ര പറയുകയാണല്ലോ. പിന്നെയോ അസ്സലാമു അലൈക യാ ഷഹ്റൽ ബർക്കത്തി വൽ ഇഹ്സാൻ, ബറക്കത്തിന്റെ നന്മയുടെ മാസമാകുന്ന റമദാനെ നിനക്ക് സലാമുണ്ട്. അസ്സലാമു അലൈക യാ ഷഹ്റൻ നൂരി വൽ മസാബീഹ്, അസ്സലാമു അലൈക യാ ഷഹ്റസ് സുറൂരി വത്തറാവീഹ്. അല്ലാഹുവേ, സന്തോഷത്തോടെ ഞങ്ങൾ തറാവീഹ് നിസ്കരിച്ച മാസമാണ് റമദാൻ. ആ റമദാൻ വിട്ടുപോവുകയാണ്, ആ റമദാൻ വിട പറഞ്ഞു പോവുകയാണ്. അസ്സലാമു അലൈക യാ ഷഹ്റൽ കുനൂസി വൽ മഫാതീഹ്, ഒരുപാട് വിജയങ്ങൾ ഞങ്ങൾക്ക് നൽകിയ റമദാൻ, ഒരുപാട് നന്മകൾ അല്ലെ, എത്രയോ നന്മകൾ. നോമ്പ് തുറപ്പിച്ചു, നമ്മൾ ഒരുപാട് നിസ്കരിച്ചു, സുന്നത്തായ ഫർദായ, അതുപോലെ ഒരുപാട് തസ്ബീഹുകൾ പറഞ്ഞു, ഒരുപാട് തക്ബീറുകൾ പറഞ്ഞു, ഒരുപാട് ദിക്റുകൾ ചൊല്ലി, ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞു. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയത് റമദാൻ എന്ന പുണ്യമായ മാസം വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് റമദാൻ ഇതെല്ലാം ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുകയാണല്ലോ. നിനക്ക് അല്ലാഹുവിന്റെ ഗുണമുണ്ടാവട്ടെ, രക്ഷയുണ്ടാവട്ടെ. എന്നിട്ട് പറയുന്നു, ഫല്ലാഹു ഫീകൽ ഹസനാത്ത് വകഫറ ഫീകസ് സയ്യിആത്ത് വമഹാ ഫീകൽ ഖതീആത്ത് വഖളാ ഫീക കസീറൽ ഹാജാത്ത്. റമദാൻ നീ ഞങ്ങളോട് വിട പറയുകയാണ്. നീ ഞങ്ങൾക്ക് എത്രയോ നന്മകളാണ് തന്നത്, എത്രയോ നന്മകളാണ്, എത്രയോ ഖൈറാത്തുകളാണ്. നീ കാരണം ഞങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നല്ലോ. നീ കാരണം ഞങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിഞ്ഞു തന്നല്ലോ. നീ കാരണം ഞങ്ങൾക്ക് സ്വർഗ പ്രവേശനം തന്നല്ലോ. റമദാനെ നീ കാരണം നരകമോചനം തന്നല്ലോ. അതുകൊണ്ട് റമദാൻ, ഇത്രമാത്രം പുണ്യമുള്ള റമദാൻ നീ വിട പറഞ്ഞിട്ട് അടുത്ത വർഷം ഞങ്ങളിലേക്ക് നീ ഉണ്ടാകുമോ എന്നറിയില്ല. അല്ലെങ്കിൽ ഞങ്ങളിൽ ആരൊക്കെ നിന്നെ സ്വീകരിക്കാൻ ഉണ്ടാകുമെന്നറിയില്ല. റമദാൻ അടുത്ത വർഷവും വരും, അതിൻ്റെ പിറ്റത്തെ വർഷവും വരും, ലോക അവസാനം വരെ റമദാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളിൽ ആരൊക്കെയാണ്, ഞാനുണ്ടോ നിങ്ങളുണ്ടോ, നമ്മളിൽ ആരാണ് റമദാനിനെ സ്വീകരിക്കാൻ അടുത്ത വർഷം ഉണ്ടാവുക നമുക്കറിയില്ല. അതുകൊണ്ട് ഇത് അവസാനത്തെ റമദാനാണെന്ന് വിചാരിച്ച് ഓരോ മുഅ്മിനായ മനുഷ്യനും, ഓരോ മുസ്ലിമായ മനുഷ്യനും അവർ സലാം പറഞ്ഞിട്ട് റമദാനെ യാത്രയാക്കുകയാണ്. അതുകൊണ്ട് റമദാൻ നീ ഞങ്ങളോട് സലാം പറഞ്ഞ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഞങ്ങൾക്ക് നീ അനുകൂലമായ സാക്ഷി പറയണേ, പ്രതികൂലമായ സാക്ഷി പറയരുതേ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട്, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് റമദാനിനോട് സലാം പറയുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഓരോ മുഅ്മിനും ഇന്ന് പള്ളി വിട്ട് പുറത്തേക്ക് വരുന്നത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ, ഇഖ്ലാസ് തന്ന് അനുഗ്രഹിക്കട്ടെ, തഖ്വ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയുള്ള ജീവിതം പാപരഹിതമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയുള്ള ജീവിതം അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ചുള്ള ജീവിതമാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്ത റമദാനിനെ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. ലൈലത്തുൽ ഖദ്ർ എന്നാണെന്നറിയില്ല, അതിന്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമദാൻ, ആ റമദാനിൻ്റെ 4ാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ദിനം നമ്മൾ പ്രത്യേകം മനസ്സിൽ കരുതി ഒരുപാട് അറിയാവുന്ന ദിക്റുകൾ പറയുക, സ്വലാത്തുകൾ പറയുക, ഖുർആൻ പാരായണം ചെയ്യുക, നമ്മൾ പരമാവധി സ്വതക്കുകൾ നടത്തുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, തൗബ ചെയ്യുക, എന്നിട്ട് നല്ലവണ്ണം ദുആരക്കുക. അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കും. റമദാൻ നമുക്ക് അനുകൂലമായി മാറും. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഉമ്മമാര്, ഉപ്പമാര്, പ്രത്യേകിച്ച് ഉമ്മമാര് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അല്ലാഹു തആല നമുക്ക് ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് മഗ്‌രിബോടുകൂടി കടന്നു വരുന്ന 28-ാം രാവ്, നാളെ 29-ാം രാവ്, ഈ രാവുകളിലൊക്കെ നമ്മുടെ ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്‌ലിസൊക്കെ ഉണ്ടാകും. കഴിയുന്ന എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല ഈ റമദാനിന്റെ മുഴുവൻ ചൈതന്യങ്ങളും അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ഉസ്താദേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആരക്കണേ. ഇന്നലത്തെ നമ്മുടെ 27-ാം രാവിന്റെ വീഡിയോകൾക്ക് താഴെ അല്ലാഹ് എത്രയോ ആളുകളാണ്, ആയിരക്കണക്കിന് 2000കണക്കിന് ആളുകളൊക്കെയാണ് ദുആ വസിയത്ത് പറയുന്നത്. റബ്ബേ പടച്ചവനെ, ആരൊക്കെ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറയുന്നുണ്ടോ അവരുടെയും ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ, വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ, കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. മരണപ്പെട്ടുപോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കല്ലേ അല്ലാ. ഇനിയും റമദാനുകളെ സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് ഇബാദത്ത് എടുക്കാനും നീ തന്നെ തൗഫീഖ് തരണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്യുമാറാവട്ടെ.
ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻ്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ എന്നാലും സംശയം തീരാത്ത ഒരു സബ്ജക്റ്റാണ് തസ്ബീഹ് നമസ്കാരം. കാരണം വർഷത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം, പ്രത്യേകിച്ച് 27-ാം രാവിലെ മാത്രം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമായി നമ്മൾ മാറ്റി എന്തിനെ, തസ്ബീഹ് നമസ്കാരത്തെ. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റിയാൽ ഖൈറാൻ. അപ്പോൾ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണം, അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതിൻ്റെ നിയ്യത്ത്, അതിൻ്റെ സൂറത്ത്, അതിൻ്റെ ഏത് ദിക്റാണ് പറയേണ്ടത്, എത്ര പ്രാവശ്യം വെച്ചാണ് ദിക്ർ പറയേണ്ടത്, അതുപോലെ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ ഇടയിൽ വുളു മുറിഞ്ഞാൽ വുളു എടുക്കാതെ നിസ്കാരം പൂർത്തിയാക്കാമോ, തുടങ്ങി ഒരുപാട് സംശയങ്ങൾ. പുരുഷന്മാർക്ക് മാത്രമുള്ള നിസ്കാരമല്ലേ, സ്ത്രീകൾ ഇത് നിസ്കരിക്കേണ്ടതുണ്ടോ തസ്ബീഹ് നമസ്കാരം എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി വിശദമായി പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. തസ്ബീഹ് നമസ്കാരം ഇനി ഒരു സംശയവും വേണ്ട, ഈ വീഡിയോ കണ്ടു നോക്കൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.